ഇന്ന് നമ്മൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ്. ഇപ്പോൾ ഹോച്ചിമിൻ സിറ്റിയിൽ നിന്ന് നമ്മൾ ഹാനോയിലേക്ക് പോവാണ്. ഹോച്ചിമിൻ സിറ്റി സൗത്ത് ഓഫ് വിയറ്റ്നാമാണ്. നമ്മളിനി ഹാനോയ് അത് നോർത്ത് സൈഡാണ്. ലൈക്ക് ഒരു ക്യാപിറ്റലൊക്കെ പോലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സിറ്റിയാണ്. നമ്മളിവിടുന്ന് ഫ്ലൈറ്റ് എടുത്തിട്ടാണ് പോകുന്നത്. അത്ര ഡിസ്റ്റൻസ് ഉണ്ട്. സോ ഇനി നമുക്ക് അവിടുന്ന് കാണാം. അങ്ങനെ 4th ഡേ ഹോട്ടലിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നമ്മൾ നേരെ പോയിട്ടുള്ളത് ഹോച്ചിമിൻ സിറ്റി എയർപോർട്ടിലേക്കാണ്. ഇവിടുന്ന് ഏകദേശം 2-2.5 മണിക്കൂറാണ് ഫ്ലൈയിങ് ടൈം ഉള്ളത്. നമ്മളങ്ങനെ ഹാനോയ് എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. ഇവിടെ എത്തിയപ്പോൾ 11 ഡിഗ്രി സെൽഷ്യസ് ആണ് ടെമ്പറേച്ചർ. പൊതുവേ ഒരു 21 ഒക്കെയാണ് ഉണ്ടാവാറുള്ളത്. നമ്മളതുകൊണ്ട് ഈ തെർമൽസ് ഒന്നും ഇട്ടിട്ടല്ല വന്നത്. എന്തായാലും ഇവിടെ എത്തി ബാഗേജ് ക്ലെയിം ചെയ്തപ്പോൾ നമ്മൾ തെർമൽസ് ഒക്കെ ഇട്ടിട്ടാണ്. ഇനി നമുക്കൊന്ന് പുറത്തേക്കാണ്. വിയറ്റ്നാമിൻ്റെ ക്യാപിറ്റൽ സിറ്റിയാണ് ഹാനോയ്. ഹാനോയിലെ ഓൾഡ് ക്വാർട്ടറിലേക്കാണ് നമ്മളുടെ ഫസ്റ്റ് ജേർണി. ഇവിടെ നോക്കുകയാണെങ്കിൽ എയർപോർട്ടിൽ നിന്നും മെയിൻ സിറ്റിയിലോട്ട് അത്യാവശ്യം നല്ല ദൂരമുണ്ട്, ഏകദേശം 1 മണിക്കൂറോളം. ഈ പോകുന്ന വഴിയെല്ലാം നിറയെ കൃഷിത്തോട്ടങ്ങളാണ്. അതിൽ കൂടുതലായിട്ടും ബനാനയാണെന്നാണ് നമ്മുടെ ഗൈഡ് പറഞ്ഞിട്ടുള്ളത്. റെഡ് റിവറിന് കുറുകെയുള്ളത് ഈ പാലം താണ്ടി കഴിഞ്ഞാൽ അപ്പുറത്തുള്ളതാണ് ഹാനോയ് സിറ്റി. എപ്പോഴും കുത്തിയൊലിച്ചൊഴുകുന്ന കലങ്ങിയ ഒരു നദി ആയതുകൊണ്ടാണ് ഈ റിവറിനെ റെഡ് റിവർ എന്ന് പറയുന്നത് കേട്ടോ. വിയറ്റ്നാമിൻ്റെ ഭരണ സ്ഥിരാകേന്ദ്രമാണ് ഹാനോയ്. അതുകൊണ്ട് തന്നെ പ്രസിഡൻഷ്യൽ ഹൗസ് ഉൾപ്പെടെയുള്ള ഒരുപാട് ഒഫീഷ്യൽ ആയിട്ടുള്ള ബിൽഡിങ്സ് ഇവിടെ ധാരാളമുണ്ട്. ഹോച്ചിമിൻ സിറ്റിയെ പോലെ തന്നെ ഹാനോയും ചൈനീസ് ന്യൂ ഇയറിനെ വെൽക്കം ചെയ്യാനുള്ള തിരക്കിൽ തന്നെയാണ്. ഹാനോയ് ഓൾഡ് ക്വാർട്ടറിൽ നിന്നാണ് ഇന്നത്തെ നമ്മുടെ ലഞ്ച്. ഈ സൗത്തും നോർത്തും വിയറ്റ്നാമീസ് ക്യൂസിൻ നല്ല ഡിഫറെൻ്റ് ആണ് കേട്ടോ. നമുക്കത് ഈ ഫസ്റ്റ് ബൈറ്റിൽ തന്നെ മനസ്സിലായിട്ടുണ്ട്. ലഞ്ചൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി നമ്മൾ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ പോയിന്റിലേക്ക് പോവുകയാണ്. മറ്റൊന്നുമല്ല, ട്രെയിൻ സ്ട്രീറ്റ്. ഒരു ട്രെയിൻ ട്രാക്കിന് വളരെ അടുത്തായി 2 സൈഡിലും ധാരാളം കോഫി ഷോപ്പുകളുള്ള ഈ ഒരു സ്ട്രീറ്റാണ് ട്രെയിൻ സ്ട്രീറ്റ്. നല്ല ഭംഗിയുള്ള ലൈറ്റുകളൊക്കെ ഇട്ട് അലങ്കരിച്ച് ടൂറിസ്റ്റുകളെ ശരിക്കും അട്രാക്ട് ചെയ്യുന്നൊരു പോയിന്റ് തന്നെയാണ്. ഹാനോയിലുള്ള ട്രെയിൻ സ്ട്രീറ്റിലാണുള്ളത്. ഇത് ഭയങ്കര ഫേമസ് ആണ്. അതായത് വളരെ അടുത്തൂടെ നമ്മൾ ട്രെയിന് പോകുന്ന കാണാൻ പോവാണ്. ഇവിടെ നമുക്ക് ലീഗലി കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് വന്നിരിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഒരു കഫേയിൽ വന്നിട്ട് കോഫിയൊക്കെ ഓർഡർ ചെയ്തിട്ട് നമ്മളിവിടെ ഇരിക്കുകയാണ്. കോഫി ഓർഡർ ചെയ്താൽ കഫേയിൽ നമുക്ക് ഇരിക്കാൻ പറ്റും. അതിൻ്റെ സൈഡിലായതുകൊണ്ട് നമുക്ക് ഇവിടെ ഇരുന്ന് കാണാനും പറ്റും. അപ്പോൾ 3:15 ഒരു ട്രെയിൻ ഉണ്ട്. നമ്മൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യാണ്. വളരെ രസകരമായിട്ടുള്ള ഒരു അനുഭവമാണ് കേട്ടോ ഇത്. ഇത്ര അടുത്തൂടെ നമ്മൾ ട്രെയിന് പോവുക, അതിൻ്റെ അടുത്തിരുന്നൊരു കോഫി കുടിക്കുക എന്ന് പറയുന്നത്. ചിലപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഈ ട്രെയിനൊക്കെ നമ്മൾ അടുത്തുനിന്ന് കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ പല വിദേശ രാജ്യങ്ങളിലെ ഈ ട്രെയിൻ ട്രാക്കൊക്കെ ഗാർഡ് ചെയ്തിട്ടാണ് ഉണ്ടായിരിക്കുക. അങ്ങനെയുള്ള സ്ഥലത്തുനിന്ന് വരുന്നവർക്ക് ഇത്ര അടുത്തുനിന്ന് ട്രെയിൻ കാണാമെന്ന് പറയുന്നത് വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. ട്രെയിൻ പാസ് ചെയ്ത് പോയതോടുകൂടെ ആ ഒരു സ്ട്രീറ്റിലുള്ള തിരക്കെല്ലാം കഴിഞ്ഞു. ആൾക്കാരൊക്കെ പുറത്തേക്ക് കിടക്കുകയാണ്. പുറത്ത് ധാരാളം ലൈറ്റ്സൊക്കെ കാണാം. ഇതൊക്കെ ചൈനീസ് ന്യൂ ഇയറിന് വേർഷിപ്പിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണെന്നാണ് അവർ പറഞ്ഞത്. ഇനി നമ്മൾ നേരെ വിടുന്നത് ഹോച്ചിമിൻ്റെ മുസോളിയത്തിലേക്കാണ്. ലെനിൻ്റെയോ മാവോയുടെയൊക്കെ മുസോളിയം പോലെ ഹോച്ചിമിൻ്റെ ഭൗതിക ശരീരം കേടുകൂടാതെ സൂക്ഷിച്ചിട്ടുള്ളത് ഇത് ഈ ഒരു ബിൽഡിങ്ങിലാണ്. നാഷണൽ അസംബ്ലി ബിൽഡിങ്ങും വിയറ്റ്നാമിൻ്റെ വിദേശകാര്യ മന്ത്രാലയവും അതുപോലെ പ്രസിഡൻഷ്യൽ പാലസും ഒക്കെ ഈ ഒരു ലൊക്കാലിറ്റിയിൽ തന്നെയാണുള്ളത്. വളരെ പ്രൗഢമായിട്ടുള്ള ഒരു നിർമ്മിതി തന്നെയാണ് ഈ ഒരു മുസോളിയത്തിൻ്റേത്. പൂർണ്ണമായിട്ടും കല്ലിൽ തീർത്തിട്ടുള്ള ഈ ഒരു മുസോളിയത്തിൻ്റെ ചുറ്റിലും വളരെ ഭംഗിയായിട്ട് ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുണ്ട്. നേരെ ഓപ്പോസിറ്റായിട്ട് കാണുന്നത് നാഷണൽ അസംബ്ലി ബിൽഡിംഗ് ആണ്. 1969 തൻ്റെ 79ാമത്തെ വയസ്സിലാണ് വിയറ്റ്നാമിൻ്റെ നാഷണൽ ഹീറോ ആയിട്ടുള്ള ഹോച്ചിമിൻ്റെ മരണം സംഭവിക്കുന്നത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഇവിടെ എംബാം ചെയ്ത് സൂക്ഷിച്ചിട്ടുണ്ട്. വിയറ്റ്നാമിൻ്റെ ഫാദർ ഓഫ് നേഷൻ അല്ലെങ്കിൽ നേഷൻ ഹീറോ ആയിട്ടുള്ള ഹോച്ചിമിൻ്റെ ബോഡി പ്രിസർവ് ചെയ്തിട്ടുള്ള മുസോളിയാണിത്. നമുക്ക് എങ്ങനെയാണോ മഹാത്മാഗാന്ധി, അതുപോലെ വിയറ്റ്നാമീസിൻ്റെ ഹീറോ ആണ് ഹോച്ചിമിൻ. അദ്ദേഹത്തിൻ്റെ ബോഡി ഇപ്പോഴും പ്രിസർവ് ചെയ്തവർ സൂക്ഷിച്ചിട്ടുണ്ട്. ഈ കാണുന്ന യെല്ലോ കളർ ബിൽഡിംഗ് വിയറ്റ്നാമിൻ്റെ പ്രസിഡൻഷ്യൽ പാലസ് ആണ് കേട്ടോ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഹാനോയിലെ തന്നെ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ളൊരു പഗോഡയിലേക്കാണ്. ചൻ കക് പഗോഡ എന്ന ഈ ഒരു പഗോഡ 1500 വർഷങ്ങൾക്ക് മുൻപാണ് നിർമ്മിച്ചിട്ടുള്ളത്. നിർമ്മിക്കപ്പെട്ട സമയത്ത് ഇത് റെഡ് റിവറിൻ്റെ കരകളിലായിട്ടാണ് ഉണ്ടായിരുന്നത്. റെഡ് റിവറിലെ ജലനിരപ്പ് ഉയർന്ന് ഏകദേശം ഈ ഒരു പഗോഡ നശിക്കുമെന്നായപ്പോഴേ 1615 വെസ്റ്റ് ലേക്കിലെ ഈ ഒരു ഐലൻഡിലേക്ക് പഗോഡ പുനർനിർമ്മിച്ചത്. സെഞ്ച്വറീസോളം ഇവിടെ ബുദ്ധ സന്യാസികൾ താമസിച്ചാണ് അവർ വേർഷിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ ഇവിടെ കാണുന്ന ഈ ലോട്ടസിൻ്റെയൊക്കെ സ്റ്റാച്യൂസ് മൈൻഡിൻ്റെയും ബോഡിയുടെയും സ്പീച്ചിൻ്റെയും ഒരു പ്യൂരിറ്റിയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഈ ഒരു ആൽമരത്തിന് ഇന്ത്യയായിട്ട് വളരെ വലിയൊരു ബന്ധമുണ്ട്.
നമ്മുടെ മുൻ പ്രധാനമന്ത്രി രാജേന്ദ്ര പ്രസാദ് 1959 വിയറ്റ്നാം വിസിറ്റ് ചെയ്ത സമയത്ത് അവർക്ക് ഗിഫ്റ്റ് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു ആൽമരം. നമ്മുടെ നാട്ടിലും വിവിധ മതങ്ങൾ അവരുടെ വേർഷിപ്പിന് വേണ്ടി ചന്ദനത്തിരികൾ യൂസ് ചെയ്യുന്നില്ലേ? ഇവിടെ അതുണ്ട് കേട്ടോ. അതുപോലെ ഈ ബോൺസായ് മരങ്ങളും ചെറിയ വാട്ടർ ഫൗണ്ടൻസും എല്ലാം ഗുഡ് ലക്കിന് പ്രതിനിധാനം ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് ഇവ പഗോഡകൾ അലങ്കരിക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്നത്. ലൂണാർ ന്യൂ ഇയർ അടുത്ത് വരുന്നതുകൊണ്ടേ ഫ്രൂട്ട്സ്, ചോക്ലേറ്റ്സ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഓഫറിങ്സ് ആയിട്ട് ഒരുപാട് വിശ്വാസികൾ ഇവിടെ വിസിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ബുദ്ധൻ്റെ വിവിധങ്ങളായ രൂപങ്ങളും അതുപോലെ സന്യാസികളുടെ, ഇവരുടെ പൂർവികരായ ബുദ്ധ സന്യാസികളുടെ രൂപങ്ങളൊക്കെ ഇവിടെ വേർഷിപ്പിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അകത്തു നിന്ന് നോക്കുമ്പോഴും പുറത്തു നിന്ന് നോക്കുമ്പോഴും ഒരുപാട് ഭംഗിയിലാണ് ഈ ഒരു പഗോഡ അവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ പഗോഡയിൽ ഗോഡസസിനെ ഇവർ വേർഷിപ്പ് ചെയ്യുന്നുണ്ട്. ഗ്രീൻ മദർ, വൈറ്റ് മദർ, റെഡ് മദർ എന്നിങ്ങനെ വനത്തിൻ്റെയും പർവ്വതങ്ങളുടെയും ദേവത, ജലദേവത, ആകാശത്തിൻ്റെ ദേവത, അങ്ങനെ വിവിധങ്ങളായ ദേവതകളെയും ഇവരിവിടെ വേർഷിപ്പ് ചെയ്യുന്നുണ്ട്. ബുദ്ധന് മുൻപേയുള്ള വിയറ്റ്നാം വിശ്വാസങ്ങളിലെ ഇത്തരം ദേവതകൾ ഉൾക്കൊള്ളുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ബുദ്ധിസത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഇത്തരം പഗോഡകളിലും അവരെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. വെസ്റ്റ് ലേക്കിലെ കരയോടടുത്ത് നിൽക്കുന്ന ഒരു ഐലൻഡിലാണ് ഈ ഒരു പഗോഡ നിർമ്മിച്ചിട്ടുള്ളത്. പണ്ട് കരയെ ഐലൻഡുമായി ബന്ധിപ്പിക്കുന്ന പാലം ഇല്ലായിരുന്നു അത്രേ. ആ സമയത്ത് ആളുകൾ നീന്തിയാണ് ഇവിടെ വേർഷിപ്പ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ ഈ പഗോഡയ്ക്ക് 2 പ്രധാന വാതിലുകളാണുള്ളത്. അതിൽ ചെറുതാണ് എപ്പോഴും തുറന്നു വെച്ചിട്ടുള്ളത്. ലൂണാർ ന്യൂ ഇയർ പോലുള്ള വിശേഷ അവസരങ്ങളിൽ മാത്രമാണ് വലിയ കവാടം തുറന്നിട്ടുള്ളത്. ഈ അതിമനോഹരമായിട്ടുള്ള ചൈനീസ് വാസ്തുവിദ്യയുടെ ചുറ്റിലും നോക്കി നടന്ന് കണ്ട് നമ്മൾ ഈ ഒരു പഗോഡയിൽ നിന്നും അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. ഹോൻ കീം ലേക്ക്. ഇതാണ് നമ്മുടെ ഹാനോയിലെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ. ഈ ഒരു ലേക്കിൻ്റെ നൈറ്റ് വ്യൂ ആണ് ഏറ്റവും ഭംഗിയുള്ളത് കാണാനായിട്ട്. നമ്മൾ എന്തായാലും അത് കാണാൻ രാത്രി വീണ്ടും വരുന്നതായിരിക്കും. വെൽക്കം ടു അവർ ഹാനോയ് റൂം ടൂർ. എല്ലാ ബേസിക് അമ്യൂണിറ്റീസും ഉള്ള ഒരു അടിപൊളി റൂം തന്നെയാണ് നമുക്ക് ഹാനോയിലും കിട്ടിയിട്ടുള്ളത്. ഹോൻ കെയിം ലേക്കിൻ്റെയൊക്കെ വാക്കബിൾ ഡിസ്റ്റൻസിൽ സിറ്റിയുടെ സെൻട്രലായിട്ട് തന്നെയുള്ള ഒരു ഹോട്ടലായതുകൊണ്ട് നമുക്ക് ട്രാൻസ്പോർട്ടേഷനും ബാക്കി കാര്യങ്ങളൊക്കെ വളരെ ഈസി ആയിരുന്നു. ഈ ഒരു വ്യൂവിലൂടെ നോക്കുമ്പോൾ അപ്പുറത്തെ റെസ്റ്റോറൻറ്റിൽ ആളുകൾ പാട്ട് പാടുന്നുണ്ടായിരുന്നു. നമുക്കത് ഇങ്ങോട്ട് കേൾക്കാൻ കേട്ടോ. നല്ല രസമുള്ളൊരു വൈബായിരുന്നു അത്. റൂമിൽ നമുക്ക് നല്ലൊരു ബെഡുണ്ട്, വാർഡ്രോബുണ്ട്, വളരെ വൃത്തിയുള്ള ഒരു ചെറിയ ബാത്റൂം ഉണ്ട്. ഹോട്ടലിൽ നിന്ന് നമുക്ക് നാളെ മോർണിംഗ് കോംപ്ലിമെൻ്ററി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റും ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. എന്തുകൊണ്ടും അത്യാവശ്യം വർത്ത് ആയിട്ടുള്ള ഒരു നല്ല ലിവിങ് സെറ്റപ്പ് തന്നെയാണ് നമുക്ക് ഹാനോയിൽ കിട്ടിയിട്ടുള്ളത്. രാത്രിയായപ്പം ഹോട്ടലിൽ നിന്ന് ഫ്രഷനപ്പൊക്കെ ആയി നമ്മളൊന്ന് പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഹോട്ടലിൽ നിന്ന് പുറത്തിറങ്ങുന്ന സ്ട്രീറ്റിലെ കാഴ്ചകളാണ് കേട്ടോ ഈ കാണുന്നത്. റെഡ് ഗുഡ് ലക്കിൻ്റെ കളറായതുകൊണ്ടേ ഇവിടെ കാണുന്ന ഒരുവിധം എല്ലാ സാധനങ്ങളും റെഡ് കളറിലാണ്. വിയറ്റ്നാമീസ് ന്യൂ ഇയറിനൊരു സീക്രട്ട് ആയിട്ടുള്ള ട്രീ വീട്ടിൽ യൂസ് ചെയ്യാറുണ്ട്. നോർത്ത് വിയറ്റ്നാമിലും സൗത്ത് വിയറ്റ്നാമിലും ഈ ട്രീ വ്യത്യാസമുള്ളതാണ്. നോർത്തിൽ പിങ്ക് കളറിലുള്ള പീച്ച് ബ്ലോസം ആണെങ്കിൽ സൗത്തിൽ യെല്ലോ കളറിലുള്ള ആപ്രിക്കോ ട്രീ ആണ് അതിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഹാനോയിൽ വന്നപ്പോൾ തൊട്ട് കാണാൻ തുടങ്ങിയതാണ് ഈ സൈക്കിൾ റിക്ഷകൾ. ഇവിടെ ലോക്കലി സൈക്ലോ എന്നറിയപ്പെടുന്ന ഈ വാഹനത്തിൽ കയറാൻ വന്നപ്പോൾ തൊട്ടൊരു ആഗ്രഹമായിരുന്നു. രാത്രി ഹോൻ കെയിം ലേക്കിലേക്ക് വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ, പക്ഷേ ഈ ഒരു റൈഡ് ഒപ്പിച്ച് നമ്മൾ പോയിട്ടുണ്ട്. ഇതൊരു വലിയ ഷോപ്പിംഗ് സ്ട്രീറ്റ് തന്നെയാണ് കേട്ടോ. വിൻ്റർ ക്ലോത്ത്സിൻ്റെ ഒരു വലിയ കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ട്. പോരാത്തതിന് നല്ല തായ്, ചൈനീസ്, വിയറ്റ്നാമീസ് ക്യുസീനും നമുക്കിവിടെ കിട്ടുന്നതായിരിക്കും. അങ്ങനെ ഈ ലേക്കിൻ്റെ രാത്രി വ്യൂ കാണാനാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. നല്ല അടിപൊളിയായിട്ട് ലൈറ്റപ്പൊക്കെ ചെയ്ത് രസമുള്ളൊരു വ്യൂ ആയിരുന്നു. ഈ ഒരു ലേക്കിൻ്റെ മുകളിലൂടെയുള്ള ഈ റെഡ് കളറിൽ കാണുന്ന ബ്രിഡ്ജിലോട്ട് നമുക്ക് പാസ് എടുത്ത് വേണം പോകാനായിട്ട്. രാത്രി ആയതുകൊണ്ട് എൻട്രി ഇപ്പോൾ ഇല്ല. പാസ് എടുത്ത് പോയിട്ടുണ്ടെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിക്ചേഴ്സും എടുത്ത് നമുക്ക് തിരിച്ചു പോരാം. ലേക്കിൻ്റെ ചുറ്റോട്ടും ചെറിയൊരു സ്ക്വയറൊക്കെ ഉണ്ട് കേട്ടോ. നമുക്കൊന്ന് വാക്ക് ചെയ്ത് വരാം. വാക്കിങ്ങിൻ്റെ ഇടയ്ക്കാണ് ഇവിടെ കുറച്ച് പേര് ഡാൻസ് ചെയ്യുന്നത് കാണുന്നത്. വിയറ്റ്നാമീസ് പൊതുവെ വളരെ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ഒരു ജനതയായിട്ടാണ് എൻ്റെ കാഴ്ചയിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുപോലെ ഇവിടെ ഇങ്ങനെ ചില റാൻഡം ആയിട്ടുള്ള തിങ്സും കാണാനുണ്ട്. ഒരുപാട് പപ്പീസിനെ ഒന്നിച്ച് ഈ വണ്ടിയിൽ കൊണ്ടുപോകുന്നത് കാണുമ്പോൾ തന്നെ നല്ല രസമുള്ളൊരു കാഴ്ചയായിരുന്നു. ഈ സൂംബ ഡാൻസൊക്കെ കുറച്ച് നേരം നോക്കി നിന്ന് നമ്മൾ തിരിച്ച് ഹോട്ടലിലേക്ക് നടന്നു. നടക്കുന്ന വഴിയിലാണ് നമ്മൾ ഇന്നത്തെ ഡിന്നറിൻ്റെ കാര്യം നോക്കിയത്. നോക്കിയേ, നമുക്ക് ഡിന്നറിനായിട്ട് എന്താ കിട്ടിയതെന്ന്. നമ്മുടെ നാട്ടിലെ കക്കയെ പോലെ തന്നെ ഇവർ ഈ കാണുന്ന എല്ലാ മസിൽസും കഴിക്കുന്നതാണ്. ഇതിൽ നിന്ന് നമ്മൾ കുറച്ചൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. വലിയ കുഴപ്പമില്ലാത്ത ടേസ്റ്റാണ് കേട്ടോ. വിയറ്റ്നാമിലെ ഫേമസ് ആയിട്ടുള്ള എഗ് കോഫി കഴിക്കാൻ ഇന്നാണ് അവസരം കിട്ടിയത്. നല്ല രസമുള്ള ഒരു ഐറ്റം തന്നെയായിരുന്നു. ഇന്നത്തെ ഡിന്നർ ഇങ്ങനെ ഒതുക്കി. 4th ഡേ ഇവിടെ എൻഡ് ചെയ്യാണ്. ഇനി 5th ഡേ കാണാം.